പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ പള്ളിച്ചൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് യുഡിഎഫ് കാട്ടാക്കല മണ്ഡലം ചെയർമാൻ പള്ളിച്ചൽ സതീഷ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്തത്. വർക്കല ഒറ്റൂർ പഞ്ചായത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വോട്ടുകൾ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് നൽകി. അതായത് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ഈ വോട്ട് കച്ചവടം, ഈ പരസ്പരമുള്ള ക്രോസ് വോട്ടിംഗ് എല്ലായിടത്തും അവർ നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനമില്ല എന്നുള്ളതാണ് അല്ലേ. സുലേഖ ശശികുമാറുണ്ട്. സുലേഖ, സമാനമായ പല സംഭവങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയിൽ തിരുവനന്തപുരത്ത് ഒന്നിലധികം ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇന്നാണ് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിലും ഇത്തരത്തിൽ ഈ വോട്ടെടുപ്പിലും അതിനൊപ്പം തന്നെ ഈ ചെയർമാൻ സ്ഥാനത്തേക്കും പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്കും ഉണ്ടായ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ തന്നെ യുഡിഎഫ് അത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്ത് രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ യുഡിഎഫ് ബിജെപി സഖ്യം എന്ന രീതിയിൽ ഇത്തരത്തിൽ യുഡിഎഫ് വോട്ട് മൊത്തത്തിൽ ബിജെപിക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാട്ടാക്കട പള്ളിച്ചൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ബിജെപി സഖ്യം ഉണ്ടായിട്ടുള്ളത്. ഈ പഞ്ചായത്തിലേക്ക് നടന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ ബിജെപി ഉജയ് ദേവി മത്സരിച്ച് വിജയിച്ചത്. യുഡിഎഫ് കാട്ടാക്കട മണ്ഡലം ചെയർമാനായ പള്ളിച്ചൽ സതീഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങളാണ് ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള മത്സരമായിരുന്നു നടന്നത്. അതിലാണ് ഇത്തരത്തിൽ യുഡിഎഫിന്റെ കാട്ടാക്കട മണ്ഡലം ചെയർമാനായിട്ടുള്ള പള്ളിച്ചൽ സതീഷ് അടക്കമുള്ള ആളുകൾ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ ഈ വോട്ടെടുപ്പിന് ശേഷം 2 സ്ഥാനാർത്ഥികൾക്കും 12 വീതം വോട്ട് ലഭിക്കുകയും തുടർന്ന് നറുക്കെടുപ്പിലൂടെയുമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ നിശ്ചയിച്ചത്. ഇത്തരത്തിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ വോട്ടെടുപ്പിലും അതിനൊപ്പം തന്നെ ഈ ചെയർപേഴ്സൺ പഞ്ചായത്ത് അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെ വർക്കല ബ്ലോക്കിലെ വിവരങ്ങളാണ് സുലേഖ പങ്കുവയ്ക്കുന്നത്.